ഇടവേളയ്ക്ക് ശേഷം കാന്തയിൽ തന്നെയുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എല്ലാവർക്കും പുത്രാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ചൊരു 2 ആഴ്ചയുടെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു പ്യുവർ കോട്ടൻ്റെ റണ്ണിങ് മെറ്റീരിയൽ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഞാനത് എടുത്തിട്ട് ഇങ്ങോട്ട് എത്താനായിട്ട് കുറച്ച് ഡിലേ വന്നതുകൊണ്ടാണ് നമ്മളിത് വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. ഇന്ന് വന്നിരിക്കുന്നത് കാംബ്രിക്കിലുള്ള കാന്തയിലുള്ള റണ്ണിങ് ഫാബ്രിക്കാണ്. ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ എന്താ പറയുക, സമ്മർ സീസൺ അടുക്കുന്നത് കൊണ്ട് മാർക്കറ്റിൽ തന്നെ ഇതിൻ്റെ പ്രൈസ് ഒന്ന് ചെറുതായിട്ട് കൂടാനായിട്ടൊരു ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ യാണിൻ്റെയും ത്രെഡിൻ്റെയും ഒക്കെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന സമയമാണ് ഈ സമ്മർ സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ജാനുവരി തൊട്ട് ജൂൺ വരെ ഇതിൻ്റെ പ്രൈസ് കുറച്ച് കൂടി നിൽക്കും. മീറ്ററിന് ഒരു 10 റുപ്പീസ് വരെയും കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നമുക്കിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഞാനിതിൻ്റെ പ്രൈസ് ഒന്ന് കൂട്ടിയിട്ടുണ്ട്. അതല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ ഫോളോവേഴ്സ് കൂടിയത് കൊണ്ട് കൂട്ടിയതോ അങ്ങനെയൊന്നുമല്ല. ജൂണിൽ തന്നെ ഇതിൻ്റെ പ്രൈസ് താഴോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പിന്നെയും അതേ പ്രൈസിൽ തന്നെ കൊടുക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം ഓരോന്നായിട്ട്. പ്യുവർ കോട്ടൺ ആണ്, കാംബ്രിക് ആണ്, കാന്തയിലുള്ളതാണ്. എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ സമ്മർ സീസണൊക്കെ അടുക്കുന്നത് കൊണ്ട് നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാവുന്ന പോലത്തെ ഒരു ഫാബ്രിക് തന്നെയാണ്. ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് 119 രൂപ പെർ മീറ്ററിലാണ് കാന്തയിലുള്ള ഫാബ്രിക് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നമ്മൾ ഇത്ര നാളും ചെയ്തിരുന്ന സെയിം ഫാബ്രിക് തന്നെയാണ്. വിത്തൗട്ട് ലൈനിങ്ങിൽ നമുക്ക് ചെയ്യാം, ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ബ്ലൂ കളറിലുള്ളതാണ് കേട്ടോ. ബ്ലൂ കളറിൽ തന്നെ ഫ്ലവറിൻ്റെ ബൂട്ടയോട് കൂടെയുള്ള പ്രിൻറ്റിലാണ് വന്നിരിക്കുന്നത്. സ്ക്രീൻ പ്രിൻറ്റിലുള്ള ഫാബ്രിക്കാണ്, തിക്കായിട്ടുള്ള ഫാബ്രിക് തന്നെയാണ്. അതായത് ബ്ലൂ കളറിനകത്ത് പിങ്ക് കളറിലുള്ള ഫ്ലോറൽസ് ആണ് പോയിട്ടുള്ളത്. കാന്തയുടെ കളർ പോയിട്ടുള്ളത് ബ്ലാക്കും അതുപോലെ റെഡ് കളറിലുള്ള ത്രെഡാണ് ഇതിൽ കാന്തയായിട്ട് പോയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക് തന്നെയാണ്. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിൻ്റെ ഡിസൈൻസ് എല്ലാം തന്നെ പോകുന്നത്. 44 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ, 119 ആണ്, 119 രൂപയാണ് പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമുക്കൊന്ന് നോക്കാം. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് കുറച്ച് വലിയ ഒരു ഫ്ലവർ പ്രിൻറ്റിലാണ്, അതും നേവി ബ്ലൂവിലുള്ളതാണ്. നമ്മൾ ഇത്ര നാളും കൊണ്ടുവരുമ്പോൾ ഒരു കളറിൻ്റെ തന്നെ ഡിഫറെൻറ്റ് പ്രിൻറ്റുകളാണ് കൊണ്ടുവന്നിരുന്നത്. ഇപ്രാവശ്യം ഞാനൊന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഡിഫറെൻറ്റ് കളേഴ്സാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു നേവി ബ്ലൂവിനകത്താണ്. നേവി ബ്ലൂവിനകത്ത് തന്നെ പിങ്ക് കളറിലുള്ള ഫ്ലോറൽസും ലീവ്സും ആണ് പോയിട്ടുള്ളത്. വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ്. ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. നമ്മുടെ കസ്റ്റമേഴ്സിന് അറിയാം ഈ കാംബ്രിക്കിന് കളർ അങ്ങനെ പോകുന്ന ഒരു ഫാബ്രിക് അല്ല. എങ്കിലും ഞാനിത് പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് നിങ്ങളോടൊന്ന് പറയുന്നു മാത്രമേ ഉള്ളൂ. കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ട വിധം ഒന്ന് പറയട്ടെ. 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പ് കളർ ഗാർഡ് ഒഴിച്ച് വെള്ളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതിനകത്ത് മുക്കി വയ്ക്കുക. അരമണിക്കൂർ കഴിഞ്ഞിട്ട് അതൊന്ന് എടുത്ത് പിഴിഞ്ഞ് ഉണക്കിയതിന് ശേഷം മാത്രം ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യുക. ഇതൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നുണ്ട്, പക്ഷേ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുന്നില്ല. അപ്പോൾ ഒന്നുകൂടെ ഇന്നലെയൊക്കെ കമൻറ്റ് കണ്ടതുകൊണ്ടാണ് ഞാനിതൊന്ന് ആവർത്തിച്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെ കളർ ഗാർഡ് യൂസ് ചെയ്യാം. നമ്മൾ ഇന്ന ബ്രാൻഡെന്ന് പറയുന്നില്ല. ഞങ്ങൾ നമ്മുടെ ഷോപ്പിൽ കൊടുക്കുന്നത് MPRൻ്റെ കളർ ഗാർഡാണ് നമ്മുടെ ഷോപ്പിൽ കൊടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് നേവി ബ്ലൂവിനകത്ത് ഒരു ലൈറ്റ് പീക്കോ ബ്ലൂ കളറിൽ വന്നിട്ടുള്ള ഒരു ഫ്ലോറൽസ് തന്നെയാണ്. ചെടിയുടെ ഒരു പാർട്ട് മാത്രമായിട്ടുള്ളൊരു പ്രിൻ്റാണ്. അതെല്ലാം തന്നെ സ്ക്രീൻ പ്രിൻ്റാണ്, ഡിജിറ്റൽ പ്രിൻ്റ് അല്ല. മാത്രമല്ല ഇതിനകത്തുള്ള റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത് വൈറ്റ് കളറിലുള്ളത് മാത്രമാണ് കേട്ടോ. ഫസ്റ്റ് വൺ നമ്മൾ കണ്ടപ്പോൾ 2 ത്രെഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്നതിനകത്ത് വൈറ്റ് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഗ്രീൻ കളറിലുള്ളതാണ്. ഗ്രീൻ കളറിൽ തന്നെ മസ്റ്റാർഡ് യെല്ലോ കളറിലുള്ള ഫ്ലോറൽസ് ആണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. നമ്മളിപ്പോൾ കാണുന്നതിനകത്ത് തന്നെ ഇതിനകത്ത് വൺ സൈഡിലൊരു ബോർഡർ പോലെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ സ്ലീവിൻ്റെ എൻഡിലോ സ്ലിറ്റിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. സോബറായിട്ടുള്ള കുറച്ച് കളേഴ്സും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഇനി സമ്മർ സീസൺ ആവുന്നതുകൊണ്ട് കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സും വിത്തൗട്ട് ലൈനിങ്ങിൽ യൂസ് ചെയ്യാവുന്ന ഫാബ്രിക്കൊക്കെ ഞാൻ ഒത്തിരി എടുത്തിട്ടുണ്ട്. എല്ലാം വരാനൊരു ഡിലേ വരുന്നത് കൊണ്ടാണ് വീഡിയോ ചെയ്യാനായിട്ടൊരു ഡിലേ വന്നിരുന്നത്. വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്യാവുന്ന ഒത്തിരി ഫാബ്രിക് നമുക്കിനി വീഡിയോയിൽ വരാൻ പോകുന്നുണ്ട്. ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ കാണുന്നത്. സ്മോക്ക് ഗ്രേ കളറിലാണ്. അതിനകത്ത് തന്നെ ഒരു പീച്ച് കളർ, ഡാർക്ക് പീച്ച് കളറിലുള്ള ഫ്ലോറൽസ് ആണ്. അതിനകത്ത് തന്നെ ബ്ലൂ കളറിലുള്ള ആ ഒരു എന്താ പറയുക, ചെടിയുടെ പാർട്ടിന് ബ്ലൂ കളറിലുള്ള പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും. 119 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. 44 ഇഞ്ചാണ്. ഈ ഫാബ്രിക്കിനകത്തും നമുക്ക് വൺ സൈഡിൽ ഇങ്ങനെ ഒരു ബോർഡർ പോലെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് പല കാര്യത്തിനായിട്ട് യൂസ് ചെയ്യാം. സ്ലീവിൻ്റെ എൻഡിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് വൺ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് വൺ കാണുന്നത് നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് പർപ്പിൾ കളറിലുള്ളതാണ്. ലാസ്റ്റ് വൺ നമ്മൾ കാണുന്നത് എല്ലാം തന്നെ കാന്താവർക്കിലുള്ളതാണ്. റണ്ണിങ് സ്റ്റിച്ച് പോയിരിക്കുന്നത്, കാന്താവർക്ക് പോയിരിക്കുന്നത് വൈറ്റ് കളറിലാണ്. ഇപ്പോൾ
ഞാനതൊന്ന് വെച്ച് കാണിച്ചു തരാം. എല്ലാവർക്കും മാച്ച് ചെയ്യുന്ന പോലത്തെ നല്ല സോബറായിട്ടുള്ള കളേഴ്സാണ് കുറേ അധികം കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെയും വൺ സൈഡിനകത്ത് ആ ഒരു ബോർഡർ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിത് സ്ലിറ്റിൻ്റെ സൈഡിലോ സ്ലീവിൻ്റെ എൻഡിലൊക്കെ യൂസ് ചെയ്യാം. ഇങ്ങനെയായിരിക്കും ഇതും നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. നമ്മളിന്ന് കണ്ടത് 60s by 60s ആയിട്ടുള്ള ക്യാമ്പ്രിക് കോട്ടണിൽ 44 ഇഞ്ച് വിട്ടിൽ വന്നിരുന്ന റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ്. എല്ലാം തന്നെ 119 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. കാന്ത വർക്കിലുള്ളതാണ്. വിത്തൗട്ട് ലൈനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ ഇന്ന് കണ്ട പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ വിധം ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ പിക്ചർ കണ്ട് സെലക്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നവർക്കായിട്ട് നമ്മളൊരു വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഡെയിലി ഔട്ടാവുന്ന വീഡിയോയുടെ പിക്ചർ എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് അതിൻ്റെ ലിങ്കും ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. അതിൽ നിന്നും ഡെയിലി ഔട്ടാവുന്ന വീഡിയോയുടെ പിക്ചർ നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. നോർമലി കേരളത്തിനകത്ത് 500 എബോവ് വരുന്ന ബില്ലുകൾ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത്. ബിലോ 500 നമ്മൾ 50 റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡ് കേരളയിലും നമ്മൾ 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് ചെയ്യുന്നതെന്ന്. നിങ്ങൾക്കിനി സ്പീഡ് പോസ്റ്റോ DTDCയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൊറിയർ സർവീസ് ആവശ്യമാണെങ്കിൽ അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളിതെല്ലാം തന്നെ പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് പേടിഎമ്മിൻ്റെ ഒരു QR കോഡ് വഴിയാണ്. അപ്പോൾ നമ്മൾ ആർക്കും തന്നെ നമ്പർ കൊടുക്കാറില്ല. നമ്പർ കൊടുത്തിട്ട് 1-2 പേർക്കൊക്കെ മിസ്റ്റേക്കിൽ വന്നിട്ട് അത് ആ എമൗണ്ട് വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫറൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു QR കോഡാണ് കൊടുക്കുന്നത്. ആ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് സാധാരണ എല്ലാവരുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ വാങ്ങിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ആ QR കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല, അറിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ടീം നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അത് നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഷോപ്പിൽ അവൈലബിൾ ആണോ എന്നുള്ളത്. അതെ, ഇതെല്ലാം തന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ട് ആകുന്ന ദിവസം മോർണിംഗ് ടൈമിൽ വന്നാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഈവനിങ് ആകുമ്പോഴേക്കും ചില ഡിസൈൻസൊക്കെ സോൾഡ് ഔട്ട് ആകാറുണ്ട്. അതുകൊണ്ട് ഞാൻ രാവിലത്തെ സമയം പറയുന്നത്, രാവിലെ വന്നാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 2 പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ചാണ് നമ്മളിതെല്ലാം തന്നെ സെല്ല് ചെയ്യുന്നത്. ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെയാണ്. KSRTC ബസ് സ്റ്റാൻഡിലേക്ക് അടുത്തായിട്ട് ഒരു SBI ബാങ്ക് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. നമ്മുടെ ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 7:30 മണി വരെയാണ്. വീഡിയോ ഔട്ടാകുന്ന ടൈം എന്ന് പറയട്ടെ, 7:30 മുതലാണ് നമ്മുടെ വീഡിയോസ് എല്ലാം ഔട്ടാകുന്നത്. 3 പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരുമിച്ച് ഔട്ടായിക്കൊണ്ടാണ് വീഡിയോ തന്നെ എല്ലാം തന്നെ ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ 7:30-ക്ക് ഫസ്റ്റ് വീഡിയോ ഔട്ടാകും. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 4 റണ്ണിങ് മെറ്റീരിയലിൻ്റെ വീഡിയോയും പിന്നെ സാരിയുടെയും സൽവാറിൻ്റെയും കുർത്തിയുടെയും ഒക്കെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ്സിൻ്റെ ഇടയിലാണ് ഓരോ വീഡിയോസും ഔട്ടാകുന്നത്. ഷോപ്പ് വർക്കാകുന്നത് 9:30-ക്കാണ്. അപ്പോൾ 7:30 മുതൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ 9:30 മണി മുതലാണ് നമ്മൾ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിപ്ലൈ കിട്ടുന്നില്ല എന്ന് പറയൽ കുറച്ച് അധികം മെസ്സേജുകൾ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും തന്നെ റിപ്ലൈ ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് ഡിലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരാളും മാത്രമല്ല, നിങ്ങൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്താ പറയുക കുറച്ചധികം നമ്പർ വെക്കാനായിട്ട്. നമ്മൾ ഒരു നമ്പർ ഉള്ളെങ്കിലും കുറേ അധികം പേര് അതിനകത്ത് തന്നെ ഇരുന്നിട്ട് ചാറ്റ് ചെയ്തിട്ടാണ് നമ്മളിതെല്ലാം തന്നെ സെല് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അറിവിലേക്കായിട്ടാണ് ഞാൻ അതും കൂടെ പറഞ്ഞത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള മെറ്റീരിയലുകളാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. പ്യുവർ കോട്ടണിലുള്ളതുണ്ട്, സെമി കോട്ടണിലുള്ളതുണ്ട്, സെമി സിൽക്കിലുള്ളതുണ്ട്. അപ്പോൾ പ്യുവർ കോട്ടൺ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ടൊരു കാര്യം പറയട്ടെ. പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ട ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. എങ്കിലും നമ്മുടെ ഫോളോവേഴ്സിനായിട്ട് നമ്മളൊന്ന് പറയുകയാണ്. 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടുപ്പ് കളർ ഗാർഡ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതിനകത്ത് മുക്കി വെക്കുക. അരമണിക്കൂർ കഴിയുമ്പോൾ അതൊന്ന് പിഴിഞ്ഞ് ഉണക്കിയതിന് ശേഷം മാത്രം ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കളർ സേഫായിട്ട് തന്നെ ഇരിക്കും. പ്യുവർ കോട്ടനും പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റൊക്കെ സെല്ല് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. നമ്മളതുപോലെ സ്റ്റിച്ചിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലും ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഡിസൈനർ ടീമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ നമ്പർ ഞാനൊന്ന് പറയാം. 8891060225 8891060225. ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ് കേട്ടോ. ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.